സുഹൃത്തുക്കളായിട്ടുള്ള CPM നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കൂ. അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് കാണാൻ. അവരൊക്കെ എന്നെ വന്ന്, ഞാൻ പാർട്ടി നോക്കാറില്ലല്ലോ, ഞാൻ അങ്ങനെയല്ല 8 വർഷം കൊണ്ടുപോയത്. ഞാൻ വട്ടിയൂർക്കാവ് എന്റെ വീട് പോലെയാണ് നോക്കിയത്. അല്ല, അതൊക്കെ അവരുടെ വഴി. അത് ഞാൻ കൗൺസിലറും MLA യുടെ വഴക്കിൽ ഞാൻ തലയിടുന്നില്ല. ഞാനുള്ളപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അത് എനിക്ക് പറയാൻ പറ്റും. യെസ്, എന്തായാലും അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. മാത്രവുമല്ല 8 വർഷം ഞാൻ അവിടെ MLA ആയിരുന്ന ആളാണ് എന്ന സൂചന നൽകുമ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വട്ടിയൂർക്കാവ് പോലെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് UDFന്റെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് നമ്മൾ. അതിനപ്പുറത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ അല്ല എങ്കിൽ ഒരു പക്ഷേ മുരളീധരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരുവാനുള്ള സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവിൻ്റെ മുൻ MLA കൂടി ആയിരുന്നു. മാത്രവുമല്ല അവിടെയും K. കരുണാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ അടക്കമൊക്കെ പിന്തുണച്ച മേഖലകൾ ആണ് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ K. മുരളീധരൻ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കൾക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരണമെന്ന കൃത്യമായ ആഗ്രഹമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ മന്ത്രിക്കുപ്പായം അടക്കം തുന്നിവെച്ചിട്ടുള്ള നിരവധിയായ ആളുകളുണ്ട്. പക്ഷെ താൻ മത്സരത്തിനൊന്നുമില്ല, പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ താൻ പിന്മാറുകയാണ് എന്നൊക്കെയാണ് മുരളീധരൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുരളീധരനെ പോലെ ഒരു കരുത്തനായ ഒരു നേതാവിനെ മാറ്റി നിർത്തുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഫോക്കസ് ചെയ്തത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ചുമതലക്കാരനും ഇതേ മുരളീധരൻ തന്നെ ആയിരുന്നു എന്നതുകൊണ്ട് നമുക്ക് ആ സാധ്യതയുണ്ട്. ഒപ്പം കണക്കുകൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഏതാണ്ട് 8 വർഷക്കാലം അദ്ദേഹം അവിടെ MLA ആയിരുന്നു എന്ന് പറയുമ്പോൾ മുരളീധരൻ 51,322 വോട്ടുകൾക്കാണ് 2016 വിജയിച്ചത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അവിടെയും 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് കുമ്മനം രാജശേഖരൻ, NDAയുടെ കുമ്മനം രാജശേഖരൻ ആയിരുന്നു. ഈ സാധ്യതയാണ് ഇത്തരം ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെയാണ് ശ്രീലേഖയെ പോലെയുള്ള ഒരു കൗൺസിലർ വലിയ തോതിൽ ഈ വിഷയം ചർച്ചയാക്കി രംഗത്ത് കൊണ്ടുവന്നത്. ആ ശ്രീലേഖയ്ക്ക് തന്നെയാണ് വട്ടിയൂർക്കാവിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥിയായി ശ്രീലേഖ തന്നെ വട്ടിയൂർക്കാവിൽ എത്തുമെന്നും ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പോലും പുറത്തിറക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ടെൻസിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെയെങ്കിൽ വട്ടിയൂർക്കാവ് വിഷയം വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള നേതാക്കൾ ഏറ്റെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പോര് തുടരുന്നു എന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇതാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വട്ടിയൂർക്കാവിൻ്റെ ഒരു രാഷ്ട്രീയം. എന്നാൽ രാഷ്ട്രീയത്തിനപ്പുറം ഈ വിഷയത്തെ BJP നോക്കിക്കാണുന്നത് CPIM-ന് നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന മറ്റൊരായുധം എന്ന നിലയിലാണ്. അത് വട്ടിയൂർക്കാവിന് പുറത്തും അങ്ങനെ ഒരു ആയുധത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് BJP വിലയിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ BJP ഒട്ടും പിന്നിലേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോർപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾ കൂടുതലായി പുറത്തു കൊണ്ടുവരിക, അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. അതായത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഒരു ഘടകം എന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല എന്നതാണ്. അത്തരം ഒരു ഇമേജ് കേരളത്തിലും ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? കോർപ്പറേഷനിലെ അഴിമതികൾ അടക്കം തുറന്നു കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വരിക. അവിടെയാണ് ഈ കോർപ്പറേഷൻ കെട്ടിടങ്ങളുടെ വാടക സംബന്ധിച്ച സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ഇപ്പോൾ BJP തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കോർപ്പറേഷന് കീഴിൽ വരുന്ന കെട്ടിടങ്ങൾ ഏതൊക്കെയാണോ, അവിടെ ഏതൊക്കെ സ്ഥാപനങ്ങളാണോ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ആരാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, ഇത്തരം കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കാൻ പോകുന്നു BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് മുഴുവൻ രേഖകളും പരിശോധിക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം കടമുറികൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കും എന്നുള്ളതാണ്. ഈ കടമുറികൾ കൈമാറി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഒരു വ്യക്തി കോർപ്പറേഷനിൽ നിന്ന് വാടക കരാർ എഴുതി ഈ കടമുറി സ്വന്തമാക്കുന്നു. അത് തുച്ഛമായ തുകയ്ക്കായിരിക്കും. അതിനുശേഷം പിന്നീട് മറ്റാളുകൾക്ക് മറിച്ചു നൽകുന്നു. അങ്ങനെ കൈമാറി ഉപയോഗിക്കുന്നു എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതാകട്ടെ ഇപ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് തുച്ഛമായ വാടകയ്ക്ക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 300 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഒക്കെ 800 രൂപ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നു. അത് MLAക്ക് വേണ്ടിയാണ്. അതൊരു ജനപ്രതിനിധി എന്ന നിലയിലൊക്കെ നമുക്ക് ഒരു പരിധി വരെയെങ്കിലുമൊക്കെ അതിനൊരു ന്യായമുണ്ട്. പക്ഷേ
ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഇത്തരം തുച്ഛമായ തുകയ്ക്ക് ആണ് ഈ കടമുറികൾ നൽകുന്നത് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വാടകയാണ്. അതും മാത്രവുമല്ല, നിലവിൽ ഈ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എന്നതിലും സംശയമുണ്ട്. കാരണം കരാർ പ്രകാരം വാടകയ്ക്ക് കടമുറികൾ എടുത്തിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല അവിടെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കടകൾ നടത്തുന്നത്. ആ കടകൾ നടത്തുന്നത് ഈ കരാർ എഴുതിയ ആളുകൾക്ക് കൂടുതൽ ഉയർന്ന തുക നൽകിക്കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നാണ്. ഇതാ 250 രൂപ വാടകയ്ക്കൊക്കെ കടമുറികൾ മറിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കടമുറികൾ കോർപ്പറേഷനുമായി കരാറിൽ എത്തി 250 രൂപയ്ക്ക് എടുക്കുന്നു. അതിനുശേഷം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇത് മറ്റുള്ളവർക്ക് മറിച്ചു നൽകുന്നു. അപ്പോൾ വെറുതെ ഇടനില നിന്നുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു പലരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലെടുത്തു പറയേണ്ടത് അങ്ങനെയെങ്കിൽ അതൊരു വലിയ അഴിമതി തന്നെയായിരിക്കും. പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ചില സൂചനകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണയും BJPയുടെ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോർപ്പറേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, കോർപ്പറേഷൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെ, കോർപ്പറേഷൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആരുടെയൊക്കെ കൈകളിൽ എന്നതൊക്കെ ഏകദേശ സൂചന BJPക്ക് ഉണ്ടാകുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ നീക്കങ്ങളുമായി അതിവേഗം BJP പോകുന്നത് എന്നതിൽ സംശയമുണ്ട്. ഒരു പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നുവെങ്കിൽ അത് വലിയ തോതിൽ ഒരു ആയുധമാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ്. ഇനി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് BJP ഹാൻഡിലുകൾ, പ്രത്യേകിച്ച് BJPയുടെ നേതാക്കൾ, ചാനൽ ചർച്ചകളിലടക്കം വരുന്ന നേതാക്കൾ, BJPക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള നേതാക്കൾ ഈ വിഷയത്തെ കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് മന്ത്രി GR അനിലിൻ്റെ ഓഫീസിന് എതിരെ യുവമോർച്ച നേതാവ് യുവരാജ് ഗോകുൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണം പറയുന്നത് VK പ്രശാന്ത് 800 രൂപയെങ്കിലും വാടക നൽകിയിട്ടാണ് ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് എങ്കിൽ മന്ത്രി GR അനിലിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് സൗജന്യമായിട്ടാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ മുനിസിപ്പാലിറ്റികളോ അല്ലെങ്കിൽ കോർപ്പറേഷനുകളോ ഒക്കെ തീരുമാനമെടുത്ത് സൗജന്യ സേവനത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഇനി ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. അതായത് നെടുമങ്ങാട്ടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഉള്ള സ്ഥാപനത്തിൽ ഇതാ ഈ ദൃശ്യങ്ങളാണ്. മുനിസിപ്പൽ ടൗൺ ഹാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നെടുമങ്ങാട് എന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ തങ്ങളുടെ മണ്ഡലത്തിലെ പൊതു ഇടങ്ങളിലൊക്കെ ഇത്തരം കെട്ടിടങ്ങൾ കാണാം. ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന കെട്ടിടങ്ങളാണ്. ഇവിടുത്തെ ഈ കടമുറികളൊക്കെയാണ് കുറഞ്ഞ വിലയ്ക്ക് തുച്ഛമായ തുകയ്ക്ക് വാടകയ്ക്ക് നൽകുന്നു, അതിനുശേഷം അത് മറച്ചു വിൽക്കുന്നു എന്നുള്ളതൊക്കെ ആരോപണമായി വരുന്നത്. നിലവിൽ ഇത് ആരോപണങ്ങൾ മാത്രമാണ്. ഇതിൽ അന്വേഷണം നടത്തി സ്ഥിരീകരിക്കുമ്പോൾ മാത്രമേ ഈ ആക്ഷേപങ്ങൾ ശരിയാണോ എന്നതിൽ വസ്തുത കൈവരികയുള്ളൂ. അപ്പോൾ ഈ കെട്ടിടത്തിലാണ് മന്ത്രി GR അനിലിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നാണ് യുവരാജ് ഗോകുൽ പറയുന്നത്. ഇതിനെ അകത്ത് സൗജന്യമായി, അതായത് നമുക്കറിയാം ഇത് ഇത്തരം കെട്ടിടങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് പലപ്പോഴും ആ പ്രദേശത്തിൻ്റെ ഒരു നഗര കേന്ദ്രീകൃതമായ ഇടങ്ങളിൽ ആയിരിക്കും. അവിടെ നല്ല വാടകയൊക്കെ കിട്ടേണ്ടതാണ്. അവിടെയാണ് ഈ സൗജന്യ സേവനമെന്ന വിമർശനം ആണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. അതേസമയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണമുണ്ട്. അതായത് ഈ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രതികരണം കൂടിയുണ്ട്. VV അരുൺ അല്പസമയത്തിനകം ചേരും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. പ്രതികരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് VV അരുണിലേക്ക് പോകാം. അരുൺ, ഇതാണ്, അതായത് ഈ പല MLA-മാരും അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങളുമൊക്കെ ചെലവ് ചുരുക്കി അല്ലെങ്കിൽ സൗജന്യമായൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു എന്നൊരു ആക്ഷേപം, അതാണ്